വഖഫ് നിയമ ഭേദഗതിക്ക് പിന്തുണയുമായി ദീപിക ദിനപത്രം. വഖഫ് പാർലമെന്റിലെ മതേതരത്വ പരീക്ഷയാണ്. പിന്തുണച്ചില്ലെങ്കിലും ബില്ല് പാസ്സാകുമോ എന്നത് വേറെ വിഷയമാണ്. പക്ഷേ പിന്തുണച്ചില്ലെങ്കിൽ കേരളത്തിലെ MP-മാരുടെ മതമൗലികവാദ നിലപാട് ചരിത്രമായിരിക്കുമെന്നും ദീപിക മുഖപ്രസംഗത്തിൽ പറയുന്നു. കിരൺ കുമാർ ചേരുന്ന വിവരങ്ങളുമായി. കിരൺ, ദീപിക ദിനപത്രത്തിന്റെ മുഖപ്രസംഗം ശക്തമായ ഭാഷയിൽ തന്നെയാണ് വഖഫ് നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള കേരളത്തിലെ MP-മാരുടെ പിന്തുണയെ വിലയിരുത്തുന്നത്. പിന്തുണച്ചാലും പിന്തുണച്ചില്ലെങ്കിലും ബില്ല് പാസ്സാകുമോ എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷേ കേരളത്തിലെ MP-മാരുടെ നിലപാട് ഇതിൽ നിന്ന് വ്യക്തമാകും. പിന്തുണച്ചില്ലെങ്കിൽ എന്നുള്ളത് ശക്തമായ ഭാഷയിൽ തന്നെ ദീപിക പറയുന്നു. അതൊരു കൃത്യമായ വിലയിരുത്തലാകാനുള്ള സാധ്യത തന്നെയല്ലേ ഇനി വരുന്ന ദിവസങ്ങളിലും കാണാൻ കഴിയുക? വഖഫ് പാർലമെന്റിലെ മതേതരത്വ പരീക്ഷയാണെന്ന തലക്കെട്ടോടുകൂടിയാണ് ഈ ലേഖനം ആരംഭിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ലേഖനം ആവശ്യപ്പെടുന്നത് കേരളത്തിൽ നിന്നുള്ള CPM കോൺഗ്രസ് MP-മാർ ഈ ബില്ലിനെ അനുകൂലിക്കണം. ഈ ബില്ലുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ ഇരട്ട നിലപാടാണ് ഈ MP-മാർ സ്വീകരിച്ചു വരുന്നത്. മുനമ്പത്തെത്തുമ്പോൾ ഇവർ വഖഫിനെ എതിർത്ത് സംസാരിക്കുകയും പിന്നീട് പാർലമെന്റിൽ എത്തുമ്പോൾ വഖഫ് നിയമ ഭേദഗതിയെ എതിർത്തും സംസാരിക്കുന്നു. ഇങ്ങനെ രണ്ട് നിലപാടുകളാണ് ഇവർ സ്വീകരിക്കുന്നത്. വഖഫിന്റെ അധിനിവേശത്തെ എതിർത്ത് മുനമ്പത്ത് സംസാരിക്കുന്ന ആളുകൾ പാർലമെന്റിൽ എത്തുമ്പോഴത്തേക്കും നിലപാട് മാറ്റുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും ഈ മുഖപ്രസംഗം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ബില്ലിനെ അനുകൂലിച്ചില്ലെങ്കിൽ പോലും ഇത് പാസ്സാകുമോ എന്നുള്ളൊരു കാര്യം അത് മറ്റൊരു വിഷയമാണ്. എന്നിരുന്നാൽ പോലും ഇതിനെ അനുകൂലിക്കണം. ഈ അനുകൂലിച്ചുള്ള നിലപാട് അത് ചരിത്രത്തിന്റെ ഭാഗമായി മാറും എന്നുള്ളൊരു കാര്യം തന്നെ ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും ഈ MP-മാരുടെ മതേതരത്വ നിലപാടാണ് ഈ ബില്ലിനെ അനുകൂലിക്കുക വഴി വ്യക്തമാകുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് മുഖപ്രസംഗം ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ KCBC അടക്കം ഈ MP-മാരോട് ഈ തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന സമയത്ത് അതിനനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് KCBC മുന്നോട്ട് വെച്ചത്. ഏതായാലും ഈ കാര്യം തന്നെയാണ് ഇപ്പോൾ ദീപിക തങ്ങളുടെ മുഖപ്രസംഗത്തിലൂടെയും വീണ്ടും ആവർത്തിക്കുന്നത്. ശരി, കിരണാണ് വിവരങ്ങൾ നൽകിയത്.